നമസ്കാരം കൂട്ടുകാരെ, നിത്യതി നൃത്തനാട്യ കലാലയ വിദ്യാപീഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ജനാവാസുകിയും അനാമികയും അവിടെ എന്തോ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറച്ചൊരു തിരക്കിലിരിക്കുക. അപ്പം കാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ അവരോടൊത്ത് ചോദിക്കാമെന്ന് കരുതി. അപ്പോൾ അത് കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചു അങ്ങനൊരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അനാമിക, ജനാവാസുകി, ഓ ക്യാമറ ഒന്ന് ഡീസന്റ് ആയി. ജനാവാസുകി കാലൊക്കെ മേളിൽ വെച്ച് ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇപ്പൊ എന്ത് ഡീസന്റ് എന്ന് നോക്ക്. വേറൊന്നുമില്ല, കാഷ്വൽ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കുന്നു, ഡിസ്കസ് ചെയ്യാന്ന് കരുതി. നമ്മൾ നോർമലി ചെയ്യുന്നതാണല്ലോ. നമ്മൾ പഴയ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ളൊരു ചെറിയ ഡിഫറൻസ്, ചെറുതല്ല, ഒരുപാട് കാര്യങ്ങളിലെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സംസ്കാരമാണെങ്കിലും സംസാര രീതിയാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഗാനങ്ങളാണെങ്കിലും നൃത്തമാണെങ്കിലും എല്ലാത്തിലും ഒരുപാട് ചേഞ്ച് ഉണ്ട്. നല്ലതും ഉണ്ട്, ചീത്തയുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതലൊരു നഷ്ടം തോന്നിയത് എന്തിലാണ്? നഷ്ടം എന്ന് കേട്ടപ്പോ ഫസ്റ്റ് മൈൻഡ് വന്നതേ ഉള്ളൂ ഗാനം. അത് ബേസ് ചെയ്ത് തന്നെ ഇപ്പൊ ഒരു പാട്ട്, ആ പാട്ടൊന്ന് പാടിക്കൊടുക്കാമോ? ഒന്നാനാം കുന്നിന്മേൽ മെയ് വിളക്ക് നെയ് വിളക്ക്. ആ പാട്ട് എന്ത് മനോഹരമായ പാട്ട്. അതായത് ഇന്ന് നമ്മളിത് ഷൂട്ട് ചെയ്തപ്പോ ആ കുട്ടികൾ വരെ ഇങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പാട്ട് നന്നായിട്ടുണ്ട്. അതായത് എത്ര നമ്മൾ കേട്ടാലും മടുക്കാത്തൊരു തരത്തിലുള്ള പാട്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാല് നമ്മളൊരു പാട്ട് ഒരു സമയം ട്രെൻഡ് ആവും, അത് കഴിയുമ്പോൾ പിന്നെ നമുക്കത് കേട്ട് ഇറിറ്റേഷൻ വരും, ഇതൊന്ന് മാറ്റുവോ, വേറെ പാട്ട് എന്ന ഒരു രീതിയിലോട്ട് നമ്മൾ കുറേശ്ശെ ആയിപ്പോയി. അതൊരു വലിയ നല്ല രീതിക്ക് സംഗീതവും വരികളും അതായത് സംവിധാനം എല്ലാത്തിലും പൊതുവെ ഇപ്പോ നമ്മളെ ഒരു ഏജിലല്ല, കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള എപ്പോഴും പറയാം പഴയ പാട്ടിന്റെ അത്ര ഒന്നും ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ കേട്ടാൽ അവർക്ക് ഒരിക്കലും ആസ്വദിച്ചിരിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ കുറച്ചെങ്കിലും ഓക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ പഴയ പാട്ടുകൾ എത്ര, അതായത് ഇപ്പൊ നമ്മുടെ ജനറേഷൻ, നമുക്ക് അധികം പ്രായമില്ല, അത് വെച്ച് നോക്കുമ്പോ നമുക്ക് തന്നെ കൂടുതൽ ഇഷ്ടം പഴയ പാട്ടുകളാണ്. നമ്മുടെ ഒരു സെക്ഷൻ വിഭാഗം കുറേയേറെ ഇപ്പോഴത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ നമ്മുടെ ജനറേഷനിൽ ഒരു ലോഡ് ആൾക്കാര് ഏതാണ്ട് ഒരു 20 അടിച്ച് കഴിയുമ്പോ തൊട്ട് ഇങ്ങനെ ബാക്കിലോട്ട് അങ്ങ് പോകും. നമുക്ക് നല്ല രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ടെക്നോളജി എന്തുമാത്രം വർദ്ധിച്ചു, അതായത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോഴും ഞാൻ കണ്ട ഒരു ഫോൾട്ട് ആണ്, അതായത് ഇപ്പോ ടൈം നമുക്ക് സത്യം പറഞ്ഞാല് വേഗം തീർന്നിട്ട് ഒരുപാട് സമയം ബാക്കി കിടക്കും. അപ്പോ മിക്കുള്ള സമയം ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതില് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഫോക്കസ്. ഇപ്പൊ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഏജിലുള്ളവര് മാത്രമല്ല, പഴയ തലമുറ പോലും, അതായത് ഈവൻ എന്റെ അമ്മാമ്മയൊക്കെ പോലും ഫോണിൽ ഇരുന്ന് പോയാൽ അവിടെ അങ്ങ് സ്റ്റക്കാ, പിന്നെ ഒന്നും അറിയില്ല. നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ പറഞ്ഞേ, എങ്ങനെയൊക്കെയാണ് ഒരു ബിസി ടൈമിംഗ് തന്നെ പറഞ്ഞു? നമ്മുടെ മെയിൻ വരുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഫുൾ റൊട്ടീൻ ഉണ്ട്, അതായത് മെഡിറ്റേഷൻ, പിന്നെ എക്സസൈസ്, സ്ട്രെങ്തനിങ്, പ്രാക്ടീസ്, അതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഞാനും ജനയുവാണെങ്കിൽ ഒരു ഡേ അവളെങ്കിൽ ഒരു ഡേ ഞാൻ, ആ രീതിയിൽ നമ്മൾ ഫുഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഫുഡിന്റെ കാര്യം വരും, പിന്നെ ഗാർഡനിങ് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡ് വെക്കും, വീട്ടിലാണെങ്കിൽ അവർക്ക് ഫുഡ് വെക്കും. അങ്ങനെ പിന്നെ അതിനുശേഷം ഇവിടെ ഉള്ള ദിവസം ചേച്ചിയുടെ ക്ലാസ്, നമ്മുടെ പ്രാക്ടീസ്, കൊറിയോഗ്രാഫി, ഷൂട്ട്, ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്. ഇടയ്ക്ക് മക്കൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം വരുന്നെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനുള്ള പ്രോഗ്രാമിന്റെ സാധനങ്ങളെല്ലാം അറേഞ്ച്. ഇതിന്റെ ഇടയിൽ നമ്മുടെ കൊറിയോഗ്രാഫി വരുന്നുണ്ട്, അതായത് അവർക്ക് നമ്മൾ എടുക്കേണ്ട കുറച്ചെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകണം. നമ്മുടെ എടുക്കാനുള്ള വർണ്ണം, ഫോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികളുടെ ID കാർഡ്, നോട്ടീസ്, നമ്മുടെ ID കാർഡ്, ഇപ്പോഴത്തെ പണി കുറച്ച് അങ്ങനെ നോക്കണം. നമ്മള് ചെയ്ത് രംഗപൂജ വരുവാണെങ്കിൽ അതൊക്കെ പറഞ്ഞു വന്നത് കൊണ്ട് തന്നെ കുറച്ചധികം മിനിറ്റുകൾ കടന്നുപോയിരിക്കുന്നു. ഒരു 11.5 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാരെ, ഇതുപോലെ മറ്റൊരു കാഷ്വൽ ചർച്ചയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.